സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. വിശുദ്ധ ജനമേ, ദൈവമക്കളെ, ദൈവത്തിൻ്റെ പൈതങ്ങളെ, വിശുദ്ധ ബൈബിളിൽ നിന്ന് അല്പസ്വല്പം സമയം വിശുദ്ധ ജീസസ് ബ്ലഡ്, യേശുക്രിസ്തുവിൻ്റെ രക്തം എന്നതിനെക്കുറിച്ച് അല്പസ്വല്പം പറയുവാൻ പ്രിയ ദൈവജനമേ, ദൈവത്തെ ശരണപ്പെടുന്നു. അല്പസമയത്തേക്ക് താങ്കളുടെ വിലയേറിയ ശ്രദ്ധയെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം. വചനം യോഹന്നാൻ്റെ സുവിശേഷം, വിശുദ്ധ ബൈബിളിലെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്നു, വചനം ജഡമായി തീർന്നതാണ് ക്രിസ്തു. വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ കേൾക്കുന്ന വചനം ദൈവമാകുന്ന വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വചനം ദൈവമാകുന്നു. ആ വചനത്തിന് മുമ്പിലായിരിക്കുവാൻ തന്ന സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വാക്കുകൾ സ്തുതിക്കുന്നതായി വരും. ദൈവത്തിൻ്റെ കൃപയെ പുതിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ സഹായം കരുണയും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കട്ടെ. ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു തൻ്റെ 33.5 വയസ്സിൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത്, ഈ ലോകത്തിലുള്ള ജീവിതകാലത്ത് 2025 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ മുഴു രക്തവും തൻ്റെ 33.5 തിരുവയസ്സിൽ മുഴു മാനവജാതിയെ സ്നേഹിച്ചതുകൊണ്ട് കാൽവറിയിൽ ഒഴുക്കുവാൻ പ്രസാദം തോന്നി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ, അങ്ങയുടെ രക്തം കൊണ്ട് എൻ്റെ പാപക്കറകളെ കഴുകിക്കളയണമെന്ന് പറയുന്ന നിമിഷം പാപം മോചിച്ച് കിട്ടുകയാണ്, ദൈവത്തിലാവുകയാണ്. സ്തോത്രം, സ്തോത്രം. തിരുവചനം പറയുന്നു, അവൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെണ്മയായിത്തീരും, പഞ്ഞു പോലെ വെണ്മയായിത്തീരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് യേശു രക്തമൊഴുക്കിയത്. യേശുവിൻ്റെ രക്തം മാത്രം പരിശുദ്ധ രക്തം. കാരണം യേശു ജനിച്ചത് പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ. സ്തോത്ര, സ്തോത്ര. മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, പരിശുദ്ധാത്മാവിനാൽ. ദൂതമെന്ന് പറഞ്ഞ് മറിയത്തിൻ്റെ അടുത്ത്, മറിയും ജോസഫും വിവാഹം ഉറപ്പിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ സമയത്ത് ദൂതമെന്ന് പറഞ്ഞ് മറിയോട്, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വന്നേലിടും, നീ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ഇതൊക്കെ പറയുമ്പോൾ മറിയ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന് ദാസി, അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ പുരുഷന്മാരിയായത് എങ്ങനെ സംഭവിക്കും? മറിയത്തിൻ്റെ ബുദ്ധിക്ക് മറിയ ചോദിച്ചു. അപ്പോൾ ദൂതൻ പറഞ്ഞു, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും, ഈ ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. സ്തോത്രം. ഇങ്ങനെ ഇരിക്കുമ്പോൾ രാജ്യത്ത് കൽപ്പന പുറപ്പെട്ടു, പേർ വഹിച്ച് ആർത്തണമെന്നുള്ളത്. അത് കാരണം ആ രാജ്യത്ത് പുറത്തുപോകേണ്ടി വന്നു. ജോസഫിനെ മറിയയ്ക്കും, വിശുദ്ധരായ ജോസഫിനെ മറിയയ്ക്കും മറ്റു രാജ്യത്ത് നിന്ന് യേശുവിനെ പിറക്കുവാൻ ഒരു സ്ഥലം കണ്ടെത്തിയില്ല. സത്രത്തിൽ അന്വേഷിച്ചപ്പോൾ അവിടെയും സീറ്റില്ല അവർക്ക്. വിശുദ്ധരായ ജോസഫിന് മറിയതും സീറ്റില്ല കുഞ്ഞിനെ പ്രസവിക്കുവാൻ. സ്തോത്രം, പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. പുൽക്കൂട്ടിലോ മറ്റേത് സംവിധാനത്തിലോ അല്ല ജനിക്കുന്നത്. പുൽത്തൊട്ടി കിടത്തുക ചെയ്ത് എവിടെ ജനിച്ചത് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. പുൽത്തൊട്ടി കിടത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന സമുദായത്തിൽ തന്നെ, ക്രിസ്ത്യൻ സമുദായത്തിൽ തന്നെ കൊടികുത്തി വാഴുമ്പോൾ സത്യം തിരിച്ചറിയുവാൻ, വിശുദ്ധ ബൈബിൾ വായിക്കുവാൻ കൃപ കേട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കിടക്കട്ടെ. സ്തോത്രം, 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 സ്തോത്രം. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുവിനെ പശുത്തൊട്ടി കിടത്തിയെന്ന് വിദ്വാൻമാർ വന്ന് പറയുകയാണ്. കൊട്ടാരത്തിൽ വന്ന് ചോദിക്കുകയാണ്, രാജാവായി പിറന്നവനെ ഇവിടെ? ഹെരോദ രാജാവിന് ഭയമായി, തൻ്റെ പുത്രൻ രാജാവാകേണ്ടതല്ല, ഇനിയിപ്പോൾ രാജാവായി പിറന്നവനെ ഇവിടെ ചോദിച്ചപ്പോൾ ഹെരോദാവ് പറഞ്ഞു, എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാനുണ്ടായില്ലേ, നിങ്ങൾ മടങ്ങി വരുമ്പോൾ പറയണം എവിടെ ജനിച്ചിരിക്കുന്നതെന്ന്. യേശു ജനിച്ച സ്ഥലം നക്ഷത്രം നോക്കി വിദ്വാൻമാർ പിന്നെ പുറപ്പെട്ടു. രാജാവിൻ്റെ കൊട്ടാരത്തിലായിരിക്കുമെന്ന് വിദ്വാൻമാർ വിചാരിച്ചു. രാജാവായിരിക്കുകയാണല്ലോ ദൈവം യേശു ക്രിസ്തു. സ്തോത്രം, സ്തോത്രം. എന്നാൽ നക്ഷത്രം അവിടുന്ന് മൂവ് ചെയ്തപ്പോൾ വിദ്വാൻമാരെ അവിടുന്ന് മൂവ് ചെയ്തു. സ്തോത്രം, സ്തോത്രം. അപ്പോൾ ജനനത്തിങ്കിൽ തന്നെ യേശു റിജക്റ്റഡ്, ദേശത്ത് നിന്ന് അയാൾ ദേശത്തേക്ക് പോകേണ്ടി വന്നു പ്രസവിക്കാൻ, കുഞ്ഞിനെ പ്രസവിക്കാൻ. തൻ്റെ സ്വന്തരായത്തിൽ നിന്ന് റിജക്റ്റഡ്, തള്ളപ്പെട്ടു. സ്തോത്രം, സ്തോത്രം.
13-ാം വയസ്സിൽ പള്ളിയിൽ പരീക്ഷയിൽ മറ്റുമായിട്ട് തർക്കത്തിൽ ഉപദേശത്തിൽ സ്തോത്രം 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 സ്തോത്രം. 30-ാം വയസ്സിൽ യോർദാനിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനപ്പെട്ടു യേശു ക്രിസ്തു. ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകേണ്ടതല്ലേ എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. യോഹന്നാൻ സ്നാപകനോട് യേശു പറഞ്ഞു സ്തോത്രം. എന്നിട്ട് യോഹന്നാൻ സ്നാപകൻ്റെ കൈക്ക് യേശു സ്നാനപ്പെട്ടു. യേശുവിനെ സ്നാനപ്പെട്ടതിന് ശേഷം സ്നാനപ്പെട്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപേണ വന്ന് യേശുവിൻ്റെ ദേഹത്തിരുന്നു. സ്വർഗം തുറന്ന് വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്നാനപ്പെട്ടതിന് മുമ്പും സ്നാനപ്പെട്ടതിന് ശേഷവും യേശുപുത്രൻ തന്നെ. പക്ഷേ സ്നാനപ്പെട്ടപ്പോൾ വിളിച്ചു പറയുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നാം ഓരോരുത്തർ സ്നാനപ്പെടുമ്പോൾ കർത്താവിന് പറയുവാനുള്ളത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പുത്രനല്ല പ്രിയപുത്രനാകുകയാണ്. സ്തോത്രം 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 സ്തോത്രം. 3 മാസമായ കുട്ടിയെ വെള്ളം തെളിക്കുന്ന സൂക്ഷിച്ചല്ല. സ്ഥാനാർത്ഥി സ്നാപകൻ വെള്ളത്തിലിറങ്ങി സ്ഥാനാർത്ഥി മുക്കി സ്ഥാനപ്പെടുന്ന രീതിയാണ് വിശുദ്ധ ബൈബിളിൽ ഷണ്ടൻ്റെ സ്ഥാനത്തിലും സ്തോത്രം യേശുവിൻ്റെ സ്ഥാനത്തിലും കാണിച്ചിരിക്കുന്ന മാതൃക. സ്തോത്രം നമ്മൾ പിന്തുടരേണ്ടത് അച്ഛൻ്റെ ഏത് പാരമ്പര്യമല്ല, വിശുദ്ധ ബൈബിളിൽ കാണുന്ന വിശുദ്ധ ബൈബിളിൽ തുടർച്ചയിലുള്ളത് അത് അനുഷ്ഠിക്കേണ്ടത്. അന്ധവിശ്വാസം അനാചാരം കൂടി കുത്തിപ്പോകുമ്പോൾ അതിന് വിമോചനം ലഭിക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് കടക്കട്ടെ. സ്തോത്രം. യോർദാനിൽ യേശു ക്രിസ്തു സ്ഥാനപ്പെട്ടതിന് ശേഷം ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മരുഭൂമിയിൽ വെച്ച് യേശു ക്രിസ്തു നിരവധി പരീക്ഷകൾ നേരിട്ടു. പരീക്ഷയിലെല്ലാം യേശു ക്രിസ്തു ജയിച്ചു. സാത്താനോട് പറഞ്ഞു, ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിട്ടുണ്ട്. സാത്താനെ പുറത്താക്കി. സ്തോത്രം. യേശു ഉപവാസം 40 ദിവസത്തിന് ശേഷം മരുഭൂമിയിൽ പുറത്തു വരികയും തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു. രാത്രി മുഴുവൻ മലയിൽ കയറി പ്രാർത്ഥന, പകൽ അത്ഭുത ശുശ്രൂഷ. സ്തോത്രം. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നു, തൊട്ട് സൗഖ്യമാക്കുന്നു. സ്തോത്ര 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 സ്തോത്രം. തുർഡിന് കാഴ്ച നൽകുന്നു, ചെകിടിന് കേൾവി നൽകുന്നു, ഊമരെ സംസാരിക്കുമാറാക്കുന്നു. സ്തോത്രം. പ്രൈസ്. മുടന്തനെ നടക്കുമാറാക്കുന്നു, ഭൂതങ്ങളെ പുറത്താക്കുന്നു. സ്തോത്രം. നമുക്ക് പോരാട്ടമൊന്നും ജഡരക്തങ്ങളോടല്ല, അധികാരങ്ങൾ, വാഴ്ചകൾ, സ്വർഗത്തിൽ ദുഷ്ടാത്മ സേനകൾ. യേശു ജനത്തിന് വേണ്ടി, തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, ശിഷ്യന്മാർ ഒരിക്കലൊന്ന് പറയുന്നുണ്ട് യേശുവിനോട്, നിങ്ങൾ ഭൂതങ്ങൾക്ക് കീഴടങ്ങുന്ന കണ്ടു. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് സന്തോഷിക്കുവേൻ. നമുക്ക് സന്തോഷിക്കാനുള്ളത് പ്രശ്നങ്ങളും പ്രയാസവും പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. കർത്താവ് അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയിൽ ചേർക്കുന്ന കർത്താവാണ്. പത്രോസിനെ പ്രസംഗം കേട്ട വ്യക്തികളിൽ 3000 പേര് രക്ഷിക്കപ്പെടുന്നത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ 3000 പേര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ട് ആദ്യം സപ്പോർട്ടെല്ലാം എടുത്തു. അപ്പോസ്തലത്തിൽ 2-ാം അധ്യായത്തിൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശു പറഞ്ഞു, യേശു മനുഷ്യരെ ഉയർപ്പിക്കുന്നു, 18 വർഷം കൂനിയായിട്ട് കൂന് തൊട്ട് സൗഖ്യമാക്കുന്നു, പള്ളി വന്നൊറ്റ കാരണത്താൽ. സ്തോത്രം. അബ്രാഹ്മൻ സന്തതിയുള്ള എന്ന് പറഞ്ഞുകൊണ്ട് സക്കായിയെ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പോകുന്നു. യേശു സാധാരണക്കാർക്കും യേശുവിന് പ്രസംഗം കേട്ട് 3 ദിവസം കേട്ടിരുന്നവർക്ക് ഇവർ വഴിയിൽ പോയി ക്ഷീണിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുന്നു. അത്ഭുത മന്ത്രി, വീരനാം ദൈവം. അങ്ങനെ തൻ്റെ ജീവിതം പ്രവൃത്തി രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ട് പകൽ അത്ഭുത ശുശ്രൂഷ ചെയ്തുകൊണ്ട് അനേകർക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ്. സ്തോത്രം 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 സ്തോത്രം. തിരുവചനം പറയുന്നു, ഈ ചെറിയൊരു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പ്രതിഫലം കിട്ടാതിരിക്കുകയില്ല. കൊടുപ്പിൻ, അമർത്തി കൊലിക്കുന്ന നല്ലൊരു അളവ് ലഭിക്കും. യേശു ആർക്കും കടക്കാരനല്ല, നമ്മെ സമ്പന്നനാക്കുവാൻ യേശു ദാരിദ്ര്യം പൂണ്ടു. യേശുവിനെ ക്രൂശിച്ചു. യേശു അപ്പം കൊടുത്ത, രോഗസൗഖ്യം കൊടുത്ത, അനേക അത്ഭുതങ്ങൾ ചെയ്ത യേശുവിനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, യേശുവിനെ അറിയാമായിരുന്നു ഇവരൊരു ദിവസം എന്നെ ക്രൂശിക്കും, എൻ്റെ രക്തം ഊറ്റിയെടുക്കും, എന്നെ ബലിയേക്കും, കാൽവരിയിൽ യാഗമായി തീർക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം യേശു രോഗികൾക്ക് സൗഖ്യവും 5 കൊണ്ട് 5000 സ്തോത്ര സ്തോത്ര. അത്ഭുത മന്ത്രി, വീരന. യേശു എല്ലാം ഉള്ളിലൊക്കി പിടിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാരോട്
അവസാന ഘട്ടത്തിലാണ് പറയുന്നത്. യാക്കോബും യോഹന്നാനും ഒരിടത്ത് പ്രാർത്ഥിക്കാൻ ഇരുത്തി, ഒരടി മുഴമ്പി പാട്ട് ഒരിടത്ത് പ്രാർത്ഥിക്കുന്ന യേശു, ദൈവമേ കഴിയുമെങ്കിൽ പാനപാത്രം നീക്കി തരണമേ, എങ്കിൽ എൻ്റെ ഇഷ്ടമല്ല ക്രൂശീകരണമാണ് അങ്ങനെ ഇഷ്ടം നടക്കട്ടെ, ഏൽപ്പിച്ചു കൊടുക്കണം യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ യേശു ക്രിസ്തുവിനെ തൊടാൻ കഴിയുകയില്ല. ഒരു പട്ടാളക്കാരൻ സ്വർഗത്തിന് ദൂതന്മാരുടെ ഇറക്കി യഹൂദന്മാരാകെ ആശയം വിടുവിക്കാൻ രക്ഷപ്പെട്ടു വരാമായിരുന്നു. പക്ഷേ യേശു ഭൂമിയിലേക്ക് വന്നു നമുക്ക് വേണ്ടി മരിക്കുവാനാണ്, നമ്മെ വീണ്ടെടുക്കുവാനാണ്. രക്തത്തിലാണ് ജീവനുള്ളത്. ആദാം ഹവ്വ പാപം ചെയ്തപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു. മനുഷ്യനെ നഷ്ടപ്പെട്ട ജീവൻ വീണ്ടെടുത്ത് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക, പിതാവിൻ സന്നിധിയിലേക്ക് വരിക. യേശു മുഖാന്തരം വഴി തുറന്നു. അകിസ്തു യേശു ഭൂമിയിൽ കഷ്ടം സഹിച്ച്, പൈ സഹിച്ച്, നിന്ന സഹിച്ച്, പരിഹാസം സഹിച്ച്, മുൾമുടിയേന്തി, മുഖത്ത് തുപ്പലേറ്റ്, മുഖത്തുനിന്ന് രോമം പീത്തെടുത്ത്, ഇടിയേറ്റ്, കണ്ണടച്ച് കണ്ണു മൂടിക്കെട്ടുകൊണ്ട് ഇടിക്കുന്നു. ഇതിലിടിച്ചാരെന്ന് പറയും. ഇതെല്ലാം പറയുമ്പോൾ യേശുവൊക്കെ സഹിക്കുകയായിരുന്നു. യേശുവിന് വേണ്ടി പ്രതികരിക്കാമായിരുന്നു. തൻ്റെ വാക്ക് മനസ്സിൽ വിചാരിച്ച ലോകമോഹൻ ചുട്ടരിയുമായിരുന്നു. പക്ഷേ യേശു അമ്മയെ കണ്ടു, ഒരു സംതൃപ്തിയെ കണ്ടു. യേശു ക്രൂശിൽ മരണത്തിൻ്റെ സമയത്ത് ഞാൻ മരിച്ചാലും ഉയർത്തെഴുന്നേക്കും പറഞ്ഞിട്ടുണ്ട്. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് തൻ്റെ മക്കളെ തന്നോട് കൂടെ ഈ ആരാധന നടക്കുവാൻ വലിയ കൊട്ടാരങ്ങൾ പോയിട്ട് പള്ളികൾ മറ്റും ഇറങ്ങി വന്നുകൊണ്ട് ഓലമേന കുണ്ടുകളിൽ സ്തോത്രം മറ്റും താമസിച്ചുകൊണ്ട് ഈ വിശ്വാസത്തിന് വേണ്ടി നിലനിന്നു. ഏറെ കൊടുത്തു ദൈവത്തിന് വേണ്ടി സഹിച്ചു. പട്ടിണി പട്ടിണി നഗ്നത ബലഹീന ഏറെ സഹിച്ചു. പോരാട്ടങ്ങൾ സിംഹത്തിന് മുമ്പിലേക്ക് വലിച്ചെറിയുന്നു, കുന്നുകളയുന്നു, തീച്ചുള്ളിലേക്ക് വലിച്ചെറിയുന്നു, സിംഹക്കുയിലേക്ക് വലിച്ചെറിയുന്നു. പലവിധ ഭീതികളാണ്, പലവിധ പ്രവൃത്തികളാണ്. റോമൻ സാമ്രാജ്യം യേശുഭക്തന്മാരെ ദൈവമക്കളെ പീഡിപ്പിച്ചു. ഇന്നും പീഡനങ്ങൾ നടക്കുന്നു. യേശു അറിയുന്നില്ല എന്നല്ല, യേശുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട എല്ലാ മനുഷ്യരും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസം വരും. അന്ന് യേശുവിനെ കൊന്നതിനും ക്രൂശിച്ച്